ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇതൊരു ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നിൽക്കാതെ ഓഫാണ് കേട്ടോ, ഫുൾ ഡേ ഓഫാണ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എണീറ്റപ്പോൾ കുറച്ചധികം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഇന്നലെ തന്നെ ഒന്നും ചെയ്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ തന്നെ കിച്ചണിലോട്ട് കയറി രാവിലെ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രിക്ക് വന്ന ടൈമിൽ ചിക്കനൊക്കെ ആയിട്ടാട്ടോ വന്നത്. അപ്പോൾ അങ്ങനെ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എരിവിന് വേണ്ടി ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 സവോളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മിക്കവാറും വെക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു പാനിൽ തന്നെ ഇട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുക്കറിൽ ഇട്ട് വെക്കുന്ന കറീനോട് ഇവിടെ വലിയ താല്പര്യമില്ല. അങ്ങനെ എല്ലാം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സവോളയൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് കൂടുതൽ ഗ്രേവി വേണം. അങ്ങനെ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ചെറു ചൂടുവെള്ളം കുടിക്കുന്ന ചെറിയൊരു പതിവുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് മല്ലിപ്പൊടിയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ കറിയിലേക്ക് നമ്മൾ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴറ്റി പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറി വെക്കുമ്പോൾ ഞാൻ അധികം പൊടി മൂപ്പിക്കാറില്ല കേട്ടോ. നമ്മളെ ബീഫ് കറിക്കാണ് കൂടുതലും മൂപ്പിക്കാറ്. അതിനുശേഷം ഒരു തക്കാളി ഒന്ന് നീളത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മളെ ചിക്കനും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേവി എത്രത്തോളം വേണമോ അത്രത്തോളം വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ലപോലെ ഒന്ന് കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് പുട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ ഇന്നും ഇടിയപ്പച്ചെമ്പിലാണ് കേട്ടോ നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മൾ പണിയൊക്കെ തീരും കേട്ടോ. അങ്ങനെ നമ്മൾ പുട്ടുപൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് കുറച്ച് തേങ്ങയും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടി ഒന്ന് അടച്ച് വെച്ചൊക്കെ ഒന്ന് വേവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 10:30 ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ പുട്ടും ചിക്കൻ കറിയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂടുവെള്ളമൊക്കെയാണ് കേട്ടോ കുടിച്ചത്. പിന്നെ ഉച്ചക്കത്തേക്ക് കുറച്ച് നേരത്തെ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ഇക്ക വന്ന ടൈമിൽ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇക്ക വന്നത്. ആ ഒരു ടൈമിൽ ഇതുപോലെ കൊച്ചുമത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ നിന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കൊച്ചുമത്തി മേടിക്കുന്നത്. നല്ല കുഞ്ഞു മത്തിയായിരുന്നു കേട്ടോ. എന്നാൽ നല്ല പച്ച മത്തിയായിരുന്നു. അങ്ങനെ ഇന്നലെ തന്നെ നമ്മളത് മൊത്തം വെട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ. ഇന്നിപ്പോൾ അതൊരു മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഒരു മുളക് കറിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളിയും കൂടി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ഒരു 2 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചുമന്നുള്ളിയാണ്. പക്ഷെ ഞാനിവിടെ അങ്ങനെ ചുമന്നുള്ളി മേടിക്കാറില്ല. അതുകൊണ്ട് തന്നെ സവോള നീളത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പകുതി സവോളയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്.
പിന്നെ അതാ ഒരു തക്കാളിയും കൂടി നീളത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. സാധാരണ മീൻകറിക്ക് ചേർക്കുന്ന പോലെ മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ ഉലുവയോ ഒന്നും വേണ്ട കേട്ടോ. ഇതിന് ആകപ്പാട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയാണ്. അങ്ങനെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മളെ മീനിൻ്റെ ഐസൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൊത്തം എടുത്ത് കറി വെക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ തക്കാളിക്ക് തീരെ പുളി കുറവായതുകൊണ്ട് തന്നെ ഒരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ കൈ വെച്ച് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു രീതിയിൽ ചെമ്മീൻ മുളകിടാനും അതുപോലെ തന്നെ കിളിമീൻ കറി വെക്കാനും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ചെറിയ മത്തി ക്ലീൻ ചെയ്തതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ മത്തിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് മാത്രം വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുളക് കറിക്ക് അത്യാവശ്യം നല്ല കളറുള്ളതാണ് കേട്ടോ. അല്ലാതെ വലിയ എരിവും കാര്യങ്ങളും ഒന്നുമില്ല. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ഈ മത്തിനോട് ഇവിടെ വലിയ താല്പര്യമില്ല. പിന്നെ ഇതുപോലെ മുളക് കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മത്തീൻ്റെ കൂടെ ഇതുപോലെ മീൻ മുട്ടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളിത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കൂടുതലും മത്തീൻ്റെ മുട്ടയായിരുന്നു കേട്ടോ. അന്ന് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഈ ഒരു മീൻ മുട്ട ഇവിടെ എനിക്ക് മിക്കാകും ഭയങ്കര ഫേവറേറ്റാണ്. പക്ഷേ ഇന്ന് വലിയ മീനിൻ്റെ മുട്ടയാണ് കേട്ടോ. പല മീനിൻ്റെ മീൻ മുട്ട എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇത് ഏത് മീനിൻ്റെ ആണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തണുപ്പൊക്കെ മാറാൻ വേണ്ടി ഒന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടിയൊക്കെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പലനിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് സവോളയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവോള ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണയൊക്കെ മീൻ മുട്ടയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഫ്രഷായിട്ട് പൊരിച്ച് കഴിക്കുക കേട്ടോ ചെയ്യാറ്. പക്ഷേ ഇന്നലെ അത്യാവശ്യം ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നാണ് കേട്ടോ ഇതെടുത്തത്. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ മീൻ മേടിച്ചാൽ മാത്രമേ മീൻ മുട്ട കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഇത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടത്തൊന്നുമില്ല. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാനൊക്കെ വെച്ച് പാൻ ചൂടാൻ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മളുടെ മീൻ മുട്ടയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇത് വെന്ത് വരാൻ കുറച്ചധികം സമയം എടുക്കും. പിന്നെ ഇതിങ്ങനെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഓർത്ത് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കായിരുന്നു. ഈ ഒരു ടൈമിൽ നമ്മൾ മീൻകറിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്.
അതുപോലെ നമ്മൾ മീൻമുട്ട ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഇത് ചൂടോട് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇത് ശരിക്കുമുള്ള കളറ്. അങ്ങനെ ഇതാ നമ്മൾ മീൻമുട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് റെഡിയായി കിട്ടാൻ വേണ്ടി. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ കുക്കറിൽ ചോറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ മീൻ കറിക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് തൂക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ അതിനുശേഷം ഒരുപാട് ലേറ്റായിട്ടാട്ടോ നമ്മൾ ചോറ് കഴിച്ചത്. അങ്ങനെ ചോറും മീൻകറിയും അതുപോലെ തന്നെ മീൻമുട്ടയൊക്കെ ആയിരുന്നു കേട്ടോ ഉച്ചക്കത്തെ സ്പെഷ്യൽ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ഫ്രഷ് സാധനമായിരുന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. ആദ്യം തന്നെ റൗണ്ട് ഗ്ലാസ് ആണ് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഒരുപാട് നാളായിട്ട് മേടിക്കണമെന്ന് വിചാരിക്കുന്നതാണ്. അങ്ങനെ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മേടിക്കുന്നത് നമ്മൾ ഷീനിൽ പറഞ്ഞ ഒരു ഓൺലൈൻ ആപ്പിൽ നിന്നാണ് കേട്ടോ. പിന്നെ ഒരു അബായ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബായ ലുക്കൊക്കെയാണ്, പക്ഷെ മെറ്റീരിയലും അതുപോലെ തന്നെ അതിൻ്റെ പാറ്റേൺ ഒന്നും വലിയ രസമുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യുവാണ് കേട്ടോ. പിന്നെ ഇതൊരു ചോക്കറാണ്. ഇത് ഐസുവിന് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. പക്ഷേ ഇത് എൻ്റെ അളവാണ്, പക്ഷെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. അപ്പോൾ ഐസുവിനാകുമ്പോൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. പിന്നെ ഇത് ഷേവിങ് സെറ്റാണ് കേട്ടോ. ഇത് നല്ല ലുക്കായിരുന്നു. പിന്നെ ഇക്കയ്ക്ക് വേണ്ടി ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്ന സാധനങ്ങളാട്ടോ, താടിയൊക്കെ. അതുപോലെ തന്നെ നമ്മൾ അബായൊക്കെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളർ ലിപ്സ്റ്റിക്ക് എനിക്ക് ഓൾറെഡി ഉള്ളതാണ് കേട്ടോ. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഇതിട്ട് കഴിയുമ്പോൾ എനിക്ക് നല്ലപോലെ ഇണങ്ങുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് അതൊന്നും കൂടി മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മുമ്പ് മേടിച്ചത്. രണ്ടും സെയിം കളറാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ബൂസ്റ്റ് ചായയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ വന്ന ടൈമിൽ പരിപ്പ് വടയും അതുപോലെ തന്നെ ഉള്ളിവടയും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ തൊട്ടടുത്തുള്ള മലയാളം റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. സാധാരണ ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത്തവണ ലുക്കിനൊന്നും കുറവില്ലായിരുന്നില്ല, പക്ഷെ ടേസ്റ്റ് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. സാധാരണ എപ്പോഴും മേടിക്കുമ്പോൾ ഉള്ള ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചായയും ഉള്ളിവടയും ഒക്കെയാണ് കഴിച്ചത്. പരിപ്പുവട തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇന്നലെ വന്നപ്പോൾ കപ്പ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറച്ചിയും സംഭവങ്ങളൊന്നുമില്ല. ഇതുപോലെ മസാലയിലുള്ള ഒരു കപ്പയാണ് കേട്ടോ കൊണ്ടുവന്നത്. അങ്ങനെ അതും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. വലിയ ടേസ്റ്റൊന്നും ഇല്ല, കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓൾറെഡി ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർത്താണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ ചോറും മീൻകറി അതുപോലെ മുട്ട പൊരിച്ചതൊക്കെയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഈ മീൻകറി തലേ ദിവസത്തെ ആയിരുന്നു കേട്ടോ. അതുപോലെ ചിക്കനും അതുപോലെ റൈസും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വെറും ചോറാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഇതിൻ്റെ കൂടെ പതിവില്ലാതെ അവർ സാലഡും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ടീന് തക്കാളി ചട്നിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില സമയമൊക്കെ അവർ വെക്കാൻ മറന്നു പോകും. പിന്നെ സാലഡ് നമുക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ തരുന്നത്. ഇത് ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പോൾ ഇവിടെ സാലഡിനോട് നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള കുക്കുമ്പറും അതുപോലെ തക്കാളിയും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ റൈസ് വാവയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കും കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കൂടെ പെപ്സി ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്രയൊക്കെയുള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടു തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.